2 വർഷം വാറന്റി വരുന്നുണ്ട്. ഫുൾ ഓൺ ആണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവ്, ഫുൾ ഓൺ, മാക്സിമം നമുക്ക് ലോ കിലോമീറ്റർ ഓടില്ല, 0 ഡൗൺ പേയ്മെന്റ് ഇറക്കും ചെയ്യാം. പോളോ അല്ലേ, 5000 കിലോമീറ്റർ പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയുന്നത് കിഡ്ലം പ്രസ്സാ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50,000 രൂപ 60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ബാക്കി 15 7 സീറ്റർ ആണ് വണ്ടി. 70,000 കിലോമീറ്റർ വണ്ടി ഓടി. ചെറിയൊരു വാഹനത്തിന്റെ പ്രൈസിൽ നമുക്കൊരു ഡീസൽ വാഹനം സ്വന്തമാക്കാം. അത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. വെറും 11,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. ഫുൾ ഓൺ ആണെങ്കിൽ അങ്ങനെ കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ, നിങ്ങൾക്ക് വേണ്ടി ഗംഭീരമായ ഓഫറുകളാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓണത്തിന്റെ ഓഫർ ഇതാ, നമ്മളെ കിഡ്ലൻ ഓഫറുകളാണ് എത്തിയിട്ടുള്ളത്. സോ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ള് കാണുക. 5 കിഡ്ലൻ ഓഫേഴ്സ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഏതൊരു വാഹനം എടുക്കുകയാണെങ്കിലും ഫുൾ ടാങ്ക് ഫ്യൂവൽ, 2 വർഷം വരെ വാറണ്ടി. പുതിയ കാർ എടുക്കുന്നത് പോലെ നമുക്ക് യൂസ്ഡ് കാർ ആണെങ്കിലും അപ് ടു 2 വർഷം വരെ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്പോട്ട് ഫിനാൻസ് ആക്ടിവേഷൻ, അതേപോലെ ഫിനാൻസിൻ്റെ അസൽ ഡോക്യുമെൻറ്റേഷൻ ചാർജ് ഫുള്ളി വേവറാണ് നമുക്ക് ചെയ്യുന്നത്. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള എല്ലാ പർച്ചേസിനും ലക്കി ഡ്രോ വിന്നേഴ്സും. അങ്ങനെ ഗംഭീരമായ ഓഫറുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ പുതിയൊരു കാറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ വിലക്കുറവിൽ സ്പോട്ട് ഫിനാൻസ്, ഫുൾ ഓൺ, അങ്ങനെ ഗംഭീര ഓഫറുകളാണ് ഈ ഓണത്തിന് വേണ്ടിയിട്ട് മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും, SUV-കളും ചെറുവാഹനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗംഭീര കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൊല്ലം കൊട്ടാരക്കരയിലാണ്. ഉണ്ണിയാണ് കൂടെ ഉള്ളത്. കാർ ആൻഡ് ബൈക്ക് കൊട്ടാരക്കര. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ണി നിങ്ങൾ? ഇത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ലോവർ കരിക്കത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. കൊട്ടാരക്കര സിഗ്നലിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് തന്നെ എഴുത്താണി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ചെറുവാഹനങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുവാഹനത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ, ഫുൾ ഓൺ തന്നെ. പക്ഷേ ഇതിൻ്റെ ഒരു റെനോയുടെ കിഡ്, അതും അടിപൊളി കളറ് കാര്യങ്ങൾ, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു ഇതിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2021 ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എക്സ്റ്റീരിയർ ഒക്കെ പക്ക നീറ്റാണ്. ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ഇവിടെ ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. റിയറിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ്, റൂഫൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഇതിന്റെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 26,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് വെറും 26,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു ഓട്ടോമാറ്റിക്കില്ല. ഏകദേശം നമുക്കൊരു 18 മൈലേജും പ്രതീക്ഷിക്കാം. എത്ര ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്? ഇത് 445 നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. 2 വർഷം വാറന്റി വരുന്നുള്ളൂ. ഫുൾ ഓൺ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവ്, ഫുൾ ഓൺ, മാക്സിമം നമുക്ക് ലോ കിലോമീറ്റർ ഓടില്ല, 0 ഡൗൺ പേയ്മെന്റ് ഇറക്കും ചെയ്യാം. ഞാൻ ഇതിന്റെ ഒരു കളർ ചേഞ്ച് അല്ലേ, RX തന്നെയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ? ഇത് മാനുവൽ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് വേണ്ടത് നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ വേണ്ടവർക്ക് മാനുവലും ഉണ്ട് അല്ലേ. RX ഫുൾ ഓട് വണ്ടിയാണ്. ഇതിലൊക്കെ നല്ല കിടുവാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഏകദേശം 40 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50-ന് താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഒക്കെ പക്ക നീറ്റ് ആണ്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഒക്കെ വരുന്നത്? സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. RX 1000cc വണ്ടി. നമ്മളെ 1 ഇയർ വാറന്റിയും കാര്യങ്ങളെല്ലാം വണ്ടിക്കുണ്ട്. ഫുൾ ഓൺ ആണെങ്കിൽ അങ്ങനെ കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം, ചെറിയൊരു പ്രൈസിന് ഇറക്കും ചെയ്യാം. ഇത് നമുക്കൊരു ഇയോൺ ആണ്. നമുക്ക് അത്യാവശ്യം ഒരു 17-18 മൈലേജ് കിട്ടും. KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 2018 ഇയോൺ എറ പ്ലസ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി, 46,000 കിലോമീറ്റർ. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടിയാണ്. ഓക്കെ. പെട്രോൾ ആണ്. നമുക്കൊരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. സോ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്കും 275. ഏകദേശം ഒരു 40 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. അടുത്തൊരു വലിയൊരു വാഹനം, നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റുന്ന അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നിസാൻ 20-22 മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2015 സണ്ണി XC ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ഏകദേശം 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ.
ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, വണ്ടി വന്നതേ ഉള്ളൂ. അതിന് നമുക്ക് ഇച്ചിരി വാഷിങ്ങും പോളിഷിങ് വരാനുണ്ട്. ഓക്കെ, നല്ല സ്പേസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ വണ്ടിയാണ് വരുന്നത് അല്ലേ? അതെ. നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏകദേശം 70,000 കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് വരുമ്പോഴത്തേന് 365. ചെറിയൊരു വാഹനത്തിന്റെ പ്രൈസിൽ നമുക്കൊരു ഡീസൽ വാഹനം സ്വന്തമാക്കാം. അത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ലോൺ നമുക്ക് ഏകദേശം ഒരു 2.5-2.70 വരെ നമുക്ക് ഫിനാൻസ് ലോൺ ചെയ്യാനും പറ്റും അല്ലേ? ദെൻ ഒരു ഓൾട്ടോ 800 അല്ലേ? അതായത് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ ആണ് ഓൾട്ടോ 800. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 18 LXA ആണ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ആവറേജ് ടയർ കണ്ടീഷൻ ആണ് വരുന്നത്. എസ്റ്റൊക്കെ പക്ക നീറ്റാണ് വരുന്നത്. ഇതിലൊക്കെ നോക്കി നല്ല കിടുവാണ്. AC പോസ്റ്ററിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവേഴ്സ്, റൂഫൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം അല്ലേ? ഏകദേശം 18-20 തന്നെ മൈലേജും പ്രതീക്ഷിക്കുക. നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ്. കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതും ലോ കിലോമീറ്റർ ഇല്ല. എത്ര ചോദിക്കുന്നത് ഈ ഒരു ഇത് വരുമ്പോഴത്തേന് 2.98. അതിനകത്ത് 1 ഇയർ വാറന്റി ഉണ്ട്, അല്ല 2 ഇയർ വാറന്റി ഉണ്ട് വണ്ടിക്കകത്ത്. വണ്ടി വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ബാക്കി സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് സണ്ണി നേരത്തെ പരിചയപ്പെട്ടു. അതിന്റെ നേരെ മൈക്ര അല്ല, ഒരു ഹാച്ച് ബാക്ക് XV ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 മൈക്രയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, പെട്രോൾ ആണ്. സോ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആയിരിക്കും അല്ലേ? കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന്റെ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 385 ആണ്, 2 വർഷം വാറന്റി. അപ്പൊ നമുക്ക് 2 വർഷം വാറന്റിയിൽ കൊണ്ടുപോകാം. ചെറിയൊരു പ്രൈസ്. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? ദെൻ ഏറ്റവും ന്യൂ മോഡൽ സെലേറിയോ അല്ലെ? ബ്ലൂയിഷ് ആണ്, നല്ല അടിപൊളി കളറാണ് വരുന്നത്. മൈലേജ് ആണ് ഏകദേശം കമ്പനി 25 പ്രൊവൈഡ് പറയുന്ന ഒരു വാഹനമാണ്. അതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? AC പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, കമ്പനി ഇൻബിൽറ്റ് തന്നെ അലോയ് വീൽസ്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ഇൻബിൽറ്റ് തന്നെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 ZXA പ്ലസ് ആണ് വണ്ടി, 11,000 കിലോമീറ്ററുടെ വണ്ടി. ഓ, പക്ക ലോ കിലോമീറ്റർ വാഹനം. അപ്പോൾ അതാണ് നമുക്ക് ഗംഭീരമായ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. വെറും 11,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് 645 ആണ്. അതിനകത്ത് വണ്ടിക്ക് 2 വർഷം വാറന്റി ഉണ്ട്. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ മാക്സിമം നോക്കാം. ഇല്ലെങ്കിൽ ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ്. 25,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഫുൾ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതും ഓട്ടോമാറ്റിക്കിലൊരു ഹുണ്ടായുടെ വെർണ ഫ്ലൂയിഡിക് അല്ലേ? അതെ, ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. നല്ല കിടിലൻ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് ആണോ വരുന്നത്? ടോപ്പ് എൻഡ് വണ്ടിയാണ്, SX ആണ്. XX ആണ് വരുന്നത്. അതും ഓട്ടോമാറ്റിക്കും ആണ് അല്ലേ? അതെ. ഇതിലൊക്കെ നോക്കി നല്ല കിടിലാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? അതെ. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണോ അതോ പെട്രോൾ ഓട്ടോമാറ്റിക്? സോ നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. അതേപോലെ തന്നെ ലോ മെയിൻ്റെനൻസും ആയിരിക്കും അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 വണ്ടി, 37,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 495 ആണ്. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നു. വണ്ടി ഇറക്കാം. ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? അതും ലോ കിലോമീറ്റർ. ഇത് നമുക്ക് ബ്രസ്സൊക്കെ നോക്കുന്നവർക്ക് ഒരു കിടിലൻ വാഹനം. വൈറ്റില് ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി മാരുതി സുസുക്കി വിറ്റാര ബ്രസ്സ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2025 6 എയർ ബാഗ് വരുന്ന ബ്രസ്സാണിത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, വെറും 5,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓ, പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം. വെറും 5,000 കിലോമീറ്റർ അല്ലേ? അതെ, ബ്രസ്സ LXA ആണ്. പക്ഷേ VXA കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, നമുക്ക് അഡീഷണൽ ആയിട്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെ, ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ ലാമ്പ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ. ഓക്കെ, അത്യാവശ്യം വേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഇത് നമുക്കൊരു 50,000 രൂപ 60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വെറും ലോ കിലോമീറ്റർ ഷോക്ക് കണ്ടീഷൻ, അതും വാറണ്ടിയിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയില്ല. ദെൻ നമുക്ക് ഇതാണ് അടുത്തൊരു കിടിലം ചെറിയ വാഹനമാണ് ഓൾട്ടോ 800 സിൽവർ ഫിനിഷിങ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമ്മളെ 2 വർഷം വാറന്റിയും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്. ഓക്കെ, 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ.
വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ മാരുതി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 18 മോഡലിൽ. അതെ അതെ. നമുക്ക് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, ഏകദേശം 18-20 തന്നെ മൈലേജും കിട്ടും. നല്ലൊരു ഫാമിലിക്ക് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങാനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനും പറ്റുന്ന ഒരു വാഹനം. 30,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. ഇത് നമുക്കൊരു എക്സെന്റ്, അത്യാവശ്യം മൈലേജും നല്ല കംഫർട്ടും നല്ലൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഗ്രാൻഡായിട്ട് നിയോസിന് സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 എക്സെന്റ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല, വണ്ടി വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം അല്ലേ? ഇത് നമുക്കൊരു ജീപ്പ് കോമ്പസ് ഡീസൽ അല്ല വരുന്നത്? ഡീസൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 കോമ്പസ് ലോഞ്ചിറ്റ്യൂഡ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ഏകദേശം 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല മൈലേജും കിഡ്ലം ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും ഒക്കെ പക്ക സ്പോർട്ടി ആയിട്ട് വരുന്ന ഒരു കിഡ്ലം SUV അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 1 lakh സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. പോളോ അല്ലേ? പോളോ നോക്കുന്നവർക്ക് ബ്ലാക്കില് ഒരു കിഡ്ലം വണ്ടി വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 ട്രെൻഡ് ലൈൻ ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് അത്രയും ഗ്യാരണ്ടി വരാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 2 വർഷം വാറന്റി ഉണ്ട്. 2 വർഷം വാറന്റി ഉണ്ട്. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? 60,000 രൂപ ഡൗൺ പേയ്മെന്റ്. 60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്കൊരു ഇയോൺ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 സിംഗിൾ ഓൺഷിപ്പ് ഇയോൺ ആണ്. 90,000 കിലോമീറ്ററോടെ ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം. ഓക്കെ, പക്ക ഹിസ്റ്ററി ആണ്. അതെ, അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഏകദേശം ഒരു 18-20 മൈലേജും പ്രതീക്ഷിക്കാം അല്ലേ? നമുക്ക് ഇത് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 40,000 ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്കൊരു ഡീസൽ ബ്രസ് നോക്കുന്നവർക്ക്, നേരത്തെ നമ്മൾ പെട്രോൾ ബ്രസ് ആയിരുന്നു, ആ സമയത്ത് നമുക്ക് ഡീസൽ ബ്രസ് വേണ്ടവർക്ക് ഡെയിലി യൂസിന് 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 ബ്രസ VDA ആണ്. ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെ. ഓക്കെ, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നല്ല മൈലേജില് ഡെയിലി യൂസ് ഒക്കെ നോക്കുന്നവർക്ക് ലോ മെയിൻ്റെനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു മാരുതിന്റെ ഒരു SUV. നമുക്ക് ഏകദേശം എത്രയൊക്കെയാണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 60,000 രൂപ കയ്യിലുണ്ടായാൽ മതി, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമുക്കൊരു കിയയുടെ സോണറ്റ് അല്ലേ? ഒരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നല്ലൊരു ഓഫർ പ്രൈസ് ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 വണ്ടിയാണ്, സോണറ്റ് HTK. 37,000 കിലോമീറ്ററുടെ വാഹനം. ഓക്കെ, ഇന്ത്യയിലെല്ലാം നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കിയുടെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാന്ന് പറയാം. പിന്നെ റിലയബിളും ആയിരിക്കും വണ്ടി. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു വേണമെങ്കിൽ ഫുൾ ഓൺ വേണമെങ്കിൽ ചെയ്യാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? 40,000 രൂപ ഉണ്ടായിരുന്നു, സുഖമായിട്ട് വണ്ടി ഇറക്കാം. പിന്നെ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ ഓഫേഴ്സ് നമുക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓഫർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടാങ്ക് ഫ്യൂല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ഓൺ, അതേപോലെ തന്നെ നമുക്ക് ഫിനാൻസിന്റെ ചാർജസ് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട് അല്ലേ? ഫാമിലി പർപ്പസ് അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഒരുപോലെ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ. ഇത് 5 സീറ്റർ AC ആണോ വരുന്നത്? 7 സീറ്റർ നോൺ AC ആണ് വണ്ടി. 7 സീറ്റർ ആണ്. സോ നമുക്ക് അത്യാവശ്യം നമുക്ക് പിന്നെ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 7 സീറ്റർ ആണ് വണ്ടി. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 295 ആണ്. ഏകദേശം ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് വണ്ടി ഇറക്കാം. 7 സീറ്റർ ആണ് വരുന്നത് അല്ലേ? ഇത് നമുക്കൊരു കിഡ്ലം വണ്ടിയാണ്. നമുക്കൊരു എക്സ്പ്രസോ ബ്ലാക്ക് ഇല്ല, ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 എക്സ്പ്രസോ VXI. 27,000 കിലോമീറ്ററുടെ വണ്ടി. ഓക്കെ, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും കിട്ടുന്ന ഒരു വണ്ടിയാണ്. പക്ക ഫാമിലി യൂസിന് പറ്റിയൊരു വാഹനം തന്നെയാണ്. ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ടാണ്. നമ്മൾ വാഗണർ പോലെ തന്നെ ഷേപ്പ് കൊണ്ട് പുതുതായിട്ട് വാഹനം പഠിച്ചവർക്കൊക്കെ കൊണ്ടുനടക്കാനൊക്കെ സൗകര്യം, നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? സത്യം. എത്രയാണ് ഇതിന്റെ പ്രൈസ്? വന്നിട്ടില്ല, ഏകദേശം വിളിച്ചു ചോദിച്ചാൽ മതി, നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേനും. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാൻ പറ്റും? ഡൗൺ പേയ്മെന്റ് ഏകദേശം നമുക്ക് 40 ആ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയ 0 തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ദെൻ ഒരു ടിയാഗോ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 18 സിംഗിൾ ഓൺഷിപ്പ് ടിയാഗോ ആണ്, XT. ഇതിന്റെയും പ്രൈസ് വന്നിട്ടില്ല. ഓക്കെ, എന്നാലും വണ്ടി ഇൻട്രസ്റ്റ് ആണെങ്കിൽ വിളിച്ചാൽ മതി, നമുക്ക് ബാക്കി ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അതേപോലെ തന്നെ നമുക്കൊരു ഡിസയർ വരുന്നുണ്ട്.
ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്, ഏകദേശം 50 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ വേരിയന്റ് LXA ആണ് വണ്ടി. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ടല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്കാണ് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? വണ്ടി ഡൗൺ പേയ്മെന്റ് ഏകദേശം 40,000 രൂപ ഉണ്ടായിരുന്നാൽ മതി. ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. ഇത് നമുക്കൊരു കിഡ്ലൻ നെക്സോൺ വീണ്ടും അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 നെക്സോൺ XSL ആണ്, ഓട്ടോമാറ്റിക്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 27,000 കിലോമീറ്റർ വണ്ടി ഓടി. ലോ കിലോമീറ്ററിൽ സിംഗിൾ ഓൺഷിപ്പിൽ ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 70,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നമ്മളിന്ന് കാർ ആൻഡ് ബൈക്ക് കൊട്ടാരക്കരയിലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കൊട്ടാരക്കരയിൽ നിന്നും ട്രിവാൻഡ്രം റൂട്ടിലായിട്ട് ലോവർ കരിക്കം എഴുത്താണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഉണ്ണി സൈനിങ് ഓഫ്.